ഈശോലറ്റിസ്റ്റ് എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിൽ രക്തസ്രാവമുള്ള സ്ത്രീക്ക് സൗഖ്യം കിട്ടിയ വിവരമാണ്, അല്ലെങ്കിൽ ആ ഒരു സംഭവമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ പറയുകയാണ്, ഈശോ എല്ലാവരും കൂടി തിക്കി ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലൂടെ ഒരു സ്ത്രീ വന്ന് ഈശോയുടെ വസ്ത്രത്തിന്റെ വിളിമ്പിലൊന്ന് സ്പർശിക്കുന്നു. അവൾ സുഖം പ്രാപിക്കുന്നു. ഉടനടി ഈശോ ചോദിക്കുകയാണ്, ആരാണ് എന്നെ സ്പർശിച്ചത്? പത്രോസ് ഈശോയെ തിരുത്തുന്നുണ്ട്. ജനക്കൂട്ടം മൊത്തം തിക്കി ഞെരുക്കുകയാണ് നിന്നെ, ഇതിന്റെ ഇടയിൽ നിന്ന് ആരാണ് നിന്നെ സ്പർശിച്ചത്, എന്തുകൊണ്ടാണ് നീ ചോദിക്കുന്നതൊക്കെ ചോദിക്കുകയാണ്. ഈശോ പറയുകയാണ്, ആരും എന്നെ സ്പർശിച്ചിട്ടുണ്ട്, എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടതായിട്ട് ഞാൻ അറിയുന്നു എന്ന് പറയുകയാണ്. സ്നേഹമുള്ളവർ, ഈശോയെ തിക്കി ഞെരിക്കുന്നതും ഈശോയെ വിശ്വാസപൂർവ്വം സ്പർശിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ സഭ നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. അതായത് ഈശോയെ ഓരോ ദിവസവും ഒരുപാട് പേര് ഇങ്ങനെ തിക്കി ഞെരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാനായിട്ട്, അല്ലെങ്കിൽ ഈശോയുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കാനായിട്ട്, നിയോഗം വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഒരുപാട് പേര് ഇങ്ങനെ തിക്കി ഞെരുക്കുമ്പോൾ അതിനിടയിലൂടെ വിശ്വാസപൂർവ്വം ഈശോയെ സ്പർശിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈശോയുടെ ചുറ്റും കൂടിയിട്ടുള്ള അനേകം ആളുകൾക്കിടയിലൂടെ ഈശോയെ വിശ്വാസപൂർവ്വം ഒന്ന് സ്പർശിക്കാനായിട്ട്, അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിലൊന്ന് തൊട്ടാൽ പോലും എനിക്ക് സൗഖ്യം കിട്ടും എന്നുള്ള, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ മാറ്റം വരും എന്നുള്ള വലിയ വിശ്വാസത്തോടു കൂടിയിട്ട് ഈശോയെ ഒന്ന് സ്പർശിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഈ നോമ്പ് കാലത്തിലെ ദൈവം നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നതും ഇത് തന്നെയാണ്, വിശ്വാസപൂർവമായിട്ടുള്ള ഒരു സ്പർശനം. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. വിശ്വാസത്തോടു കൂടിയിട്ട് ഈശോയുടെ അടുക്കിലേക്ക് വരാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.